3 മാസം മുമ്പ് ഓഫീസിൽ നിന്ന് ഊട്ടിക്കൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു മൈ ഊട്ടി ട്രിപ്പ് വ്ളോഗ്. നൈറ്റ് ഒരു 9 മണിക്ക് ഇറങ്ങി ഏർലി മോർണിംഗ് എത്താനായിരുന്നു പ്ലാൻ. സോ ഇത് ഊട്ടി എത്തി റൂമിൽ കയറി ഒരു ഫ്രഷ് ആയിട്ട് വന്ന ഒരു ലുക്കാണിത്. ഉറങ്ങി എണീറ്റിട്ടുള്ള കോലം നിങ്ങൾ ആദ്യം തന്നെ വീഡിയോയിൽ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ ദ വേ, അങ്ങനെ ഊട്ടി എത്തി. നമുക്ക് ആക്ച്വലി 2 പ്ലാനുണ്ട്, പ്രൊഡക്ഷൻ പ്ലാനും പാക്കിംഗ് പ്ലാനും. ഈ 2 പ്ലാനിലുള്ളവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു അത്. എല്ലാവരെയും നമുക്ക് വഴിയെ പരിചയപ്പെടാം. കോഫി കുടിക്കാൻ ഞാനും ടാനിയും കൂടി തന്നെയാണ് വന്നത്. ഇവിടെ വേറെ ആരും ഉണ്ടായില്ല. നേരെ മോർണിംഗ് ഒരു കോഫി ഇല്ലാണ്ട് എങ്ങനെയാണല്ലേ? അങ്ങനെ കോഫി ഷോപ്പ് അന്വേഷിച്ച് നടന്നാണ് ഞാനും ടൈം. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം എൻ്റെ വോയിസ് ബ്രേക്ക് ആയത്. അങ്ങനെ കോഫി എല്ലാം കുടിച്ച് ഫോട്ടോസും എടുത്ത് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി റെഡി ആയിരുന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് കർണാടക സിറ്റി ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലേക്കായിരുന്നു. ഇത് ഊട്ടിയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പബ്ലിക് ഗാർഡൻ ആണ്. നമുക്കിവിടെ വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ്, പിന്നെ ഇറ്റാലിയൻ മോഡൽ ഗാർഡൻസ്, റോസ് ഗാർഡൻസ്, സൺകൺ ഗാർഡൻസ്, അതുപോലെ തന്നെ വാട്ടർ ബോഡീസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പ്ലാൻഡ് തിങ്സിനേക്കാളും എപ്പോഴും അൺപ്ലാൻഡ് തിങ്സ് അല്ലേ നല്ലോണം വർക്കൗട്ട് ആവുക. ഡാൻസ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഫിനാൻസ് ഹെഡിൻ്റെയും ബാക്കി കൊളീഗ്സിൻ്റെ കൂടെയൊക്കെ ഡാൻസ് കളിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ച ഒരു കാര്യമില്ല. പക്ഷേ സ്പോട്ടിലാണ് നമ്മൾ ഈ റീല് പഠിച്ച് കളിച്ചെങ്കിലും, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ കളിച്ചെങ്കിലും നല്ല രീതിയിൽ കളിച്ച് ഞങ്ങൾ റീൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. ആദ്യം ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോകണമെന്ന് ഒരുപാട് പെട്ട് ആലോചിച്ചു. പക്ഷെ പോവാതിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരുന്നു. കാരണം എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കമ്പനിയായി. അതുപോലെ തന്നെ കുറേ നല്ല പ്ലേസസ് കണ്ടു. ഓൾമോസ്റ്റ് ഇതൊരു 180 വ്യൂ ആണിത്. ഇഫ് യു ആർ കമ്മിങ് ടു ഊട്ടി ദെൻ പ്ലീസ് ഡു വിസിറ്റ് ദിസ് പ്ലേസ്. നമ്മുടെ ഐറ്റിനറി വാസ് സോ അടിപൊളി. ബിക്കോസ് പോയതെല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളിലായതുകൊണ്ട് ലാഗില്ലാതെ തന്നെ 2 പ്ലേസ് കൂടി വിസിറ്റ് ചെയ്ത് ലഞ്ച് കഴിച്ചിട്ടാണ് നമ്മൾ ടീ ഫാക്ടറിയിലേക്കും ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കും കാണാനായിട്ട് പോയത്. എക്സൈറ്റഡ് ആണോ ഗൈസ്? അനു എക്സൈറ്റഡ് ആണോ? എത്ര നേരമായി ചോക്ലേറ്റ് തിന്നാൻ? എക്സൈറ്റഡ് ആണോ ഗൈസ്? ക്യൂ നിന്നും അടുത്തോ? ഭയങ്കര വലിയ ക്യൂ ആണ് ഗൈസ്. യു ക്യാൻ സീ ദാറ്റ്. ആസ് എ ഫുഡ് ടെക്നോളജി ഗ്രാജുവേറ്റ്, ഇനി എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ ആണ്. വി ആർ നൗ എൻറ്ററിങ് ഇൻ ടു എ ഫുഡ് ഇൻഡസ്ട്രി. ക്യൂവിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ വി ക്യാൻ സീ കുറേ പിക്ചേഴ്സ് ആൻഡ് കുറേ നറേഷൻസ് ഓഫ് ഹൗ വെയർ ദ ടീ ഇൻവെൻറ്റഡ്, ദർ ഹിസ്റ്ററി ആൻഡ് സോ. പിന്നെ കാണുന്നത് ഈ ടീ ലീവ്സ് ഇങ്ങനെ ബൾക്കായിട്ട് പോകുന്നതാണ്. എല്ലാ ഇൻഡസ്ട്രിയിലും ഒരു സ്ട്രക്ചേർഡ് സീക്വൻസ് ഉണ്ടാവും. ഫ്രം റോ മെറ്റീരിയൽ ടു ഫൈനൽ FG, എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് കൺവേർട്ട് ആവുന്നതെന്ന്. ആദ്യം തന്നെ നമ്മുടെ ടീ ലീവ്സ് നമ്മുടെ ടീ പ്ലാന്റിൽ നിന്ന് നമ്മൾ ഹാൻഡ് പ്ലക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു 2 to 3 ലീവ്സ് വിത്ത് ആക്ച്വൽ ബഡ്. അങ്ങനെ നമ്മളൊരു ഏർലി മോർണിംഗിൽ പ്ലക്ക് ചെയ്തിട്ട്, അത് അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ മോയ്സ്ചറും ടെൻഡർനെസ്സും റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളത് ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് അതൊരു വിതറിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്നു. അത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. മോയ്സ്ചർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും റോൾ ചെയ്യാൻ. ഈ റോൾ ചെയ്യുന്ന സമയത്ത് ഈ മെഷീൻസിലൂടെ ഈ ലീവ്സ് പാസ് ചെയ്ത് ഇതിൻ്റെ സെൽസ് റപ്ചർ ചെയ്ത് ഇതിൻ്റെ നാച്ചുറൽ ജ്യൂസസ് റിലീസ് ചെയ്യുന്നു. അത് നമുക്ക് ഈ പ്രോസസ്സിലൂടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലും ഓക്സിഡേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് സംഭവിക്കും. അതായത് ഓക്സിജൻ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ റപ്ചേർഡ് സെൽസ്. അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫ്ലേവർ, ചായയുടെ ഒരു ടീൻ്റെ ഒരു ഫ്ലേവർ, ക്യാരക്ടറിസ്റ്റിക് ഫ്ലേവർ ഇങ്ങനെ വരുന്നു. അതിന് ശേഷം ഇത് ഡ്രൈ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കടന്നു പോകുന്നു. എന്നിട്ട് ഈ ടീ ലീവ്സ്, റപ്ചർ ആയിട്ടുള്ള ടീ ലീവ്സ് ഒരു 90 to 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ ഡ്രൈ ചെയ്യുകയാണ്. അതിനകത്ത് ഗൂഫി എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? ആ ഗൂഫി എന്ന് പറയുന്നത് ആ അലൂമിനിയം ഡ്രമ്മിനാണ് പറയുന്നത്. അത് പാസ് ചെയ്യുന്ന ആ അലൂമിനിയം ഡ്രമ്മിനാണ് ഗൂഫി എന്ന് പറയുന്നത്. അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള മെറ്റീരിയൽ അതിൻ്റെ മോയ്സ്ചർ കുറഞ്ഞ്
അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫ്ലേവറിലേക്ക് വരികയാണ് ഉണ്ടാകുന്നത്. ഫെർമെൻറ്റേഷൻ ആക്ച്വലി ഞാൻ പറഞ്ഞ തന്നെ ഓക്സിഡേഷൻ സെയിം പ്രോസസ്സ് തന്നെയാണ് ഈ ഫെർമെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം നമ്മളിവർ ഗ്രേഡ് ചെയ്തിട്ട് പാക്ക് ചെയ്യും. നമ്മളൊരു പാക്കിംഗ് മെറ്റീരിയൽ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് മെറ്റീരിയൽ വെച്ച് അതിൻ്റെ ഡേറ്റ്, ബാച്ച്, ഗ്രേഡ് അതെല്ലാം വെച്ചിട്ട് പാക്ക് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. ഇവരുടെ തന്നെ ചായപ്പൊടി വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ടൊരു ചായ കൂടെ കിട്ടും. പിന്നെ നമ്മൾ നേരെ ഈ ഡോർ വഴി ഇറങ്ങിക്കഴിയുമ്പോൾ കുറേ ടൈപ്സ് ഓഫ് ടീസ് നമുക്കിവിടെ വിൽക്കുന്ന ഒരു സ്റ്റോൾ കാണാം. ചോക്ലേറ്റ് ടീ, ലെമൺ ടീ, ബ്ലാക്ക് ടീ, കാർഡമം ടീ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീസ് ആർ അവൈലബിൾ. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക, സാധനം വാങ്ങിക്കുക. നമ്മൾ ഒരു ലോഡ് ചായപ്പൊടി, എല്ലാവരും തന്നെ ചായപ്പൊടി ഇത് കണ്ടു. എല്ലാവരും ഞങ്ങൾ ചായപ്പൊടി വാങ്ങിച്ചിട്ട് ഉള്ളൊരു വീഡിയോ, ഒരു ഷോർട്ടാണത്. ഒരു DJ കൂടി ഇല്ലാതെ എങ്ങനെയാണ് ഒരു ട്രിപ്പ് അവസാനിപ്പിക്കുന്നത്? അങ്ങനെ 2 യൂണിറ്റിൻ്റെയും മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് നമ്മളൊരു DJ സെഷൻ കൂടി നടത്തും. ആഡിങ് ദോസ് ഹാപ്പി തിങ്സ് ഹിയർ. സോ ദാറ്റ് ഫൺ ട്രിപ്സ് കംസ് ടു ആൻ എൻഡ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾക്ക് ലീവ് ഉണ്ടായിരുന്നില്ല. സോ ഈ ഡാൻസ് എല്ലാം കളിച്ച് ഒരു ചെറിയൊരു ഉറക്കം ഉറങ്ങിയിട്ട് നേരെ എല്ലാവരും പോയത് ഓഫീസിലേക്കായിരുന്നു. കാരണം പിറ്റേന്നൊരു തിങ്കളാഴ്ച ആയിരുന്നു. ഞങ്ങൾ പൊളിയല്ലേ. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.